കോക്ടെയിലൊക്കെ ഇഷ്ടമല്ലാത്തവരാരാണല്ലേ ഉള്ളത്? വല്ലപ്പോഴൊക്കെ ഇതുപോലെ കുറച്ച് റിച്ചായിട്ടൊരു കോക്ടെയിലൊക്കെ അടിച്ചു കുടിക്കാം അല്ലേ നമുക്ക്? അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ 2 ക്യാരറ്റ് പുഴുങ്ങിയതാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മഞ്ഞക്കുഞ്ഞും റോബസ്റ്റ പഴം ഉണ്ടല്ലോ, അതരിഞ്ഞിട്ട് കൊടുക്കാം. ആപ്പിളിനെ ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ, ഒരു ആപ്പിൾ കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ല പഴുത്ത് തുടുത്ത സ്ട്രോബെറീസാണ് കേട്ടോ, അതുകൂടി കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടത്തിന് മധുരം ഇടാം കേട്ടോ. ഇനി മധുരം വേണ്ടെന്നുള്ളവർ മധുരം ഉപേക്ഷിക്കാം. ഇനി ഇത് നമുക്കെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ല കളർഫുള്ളായിട്ടില്ലേ ഇപ്പോൾ? ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഐസ്ക്രീമും നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇടാം കേട്ടോ. ഞാനിവിടെ 2 സ്ക്യൂപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ടോണ്ട് മിൽക്കാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അതുകൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം സർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം കേട്ടോ. ഇനി നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ കുടിക്കുകയോ ഇനി കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് കുടിക്കുകയോ ഒക്കെ ചെയ്ത്, ഞാൻ എൻ്റെ മുകളിലേക്ക് കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും പിസ്തയൊക്കെ എൻ്റെ മുകളിലായിട്ട് വിതറി കൊടുക്കുന്നുണ്ട്. ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കോക്ടെയിലിൻ്റെ റെസിപ്പിയാണ്. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കാൻ മറന്നു പോകരുത്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. മാസലാം.